സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ അഗസ്റ്റിൻ ജോണിന്റെ തട്ടിപ്പിന്റെ ഇരകൾ തിരുവനന്തപുരത്തുമുണ്ട്. പേയാട് സ്വദേശിയായ വ്യവസായിയാണ് ഇയാളുടെ അവസാനത്തെ ഇര. ഇയാളുടെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപയാണ് അഗസ്റ്റിൻ തട്ടിയെടുത്തതായി പരാതിയിൽ പറയുന്നത്. അഗസ്റ്റിൻ ജോണിന് പണം കൈമാറുന്നതിന്റെ ദൃശ്യങ്ങളും മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. സാർ അയച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ കൊണ്ടുവരണം, പക്ഷെ അവർക്ക് അവിടെ അതിനെ താല്പര്യമില്ല. അതൊന്നും കുഴപ്പമില്ല, പക്ഷെ അങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട PSC തട്ടിപ്പിലെ പ്രധാന കണ്ണികളിൽ ഒരാളാണ് അഗസ്റ്റിൻ. ഈ അഗസ്റ്റിൻ ഉൾപ്പെട്ട മറ്റൊരു തട്ടിപ്പിലെ ഇരയാണെന്ന് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നത്. ഇയാളുടെ കയ്യിൽ നിന്ന് ഏകദേശം 30 ലക്ഷത്തോളം രൂപയാണ് അഗസ്റ്റിൻ ചില ആവശ്യങ്ങൾ പറഞ്ഞ് തട്ടിയെടുത്തത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എന്താണ് നിങ്ങൾ ഈ 30 ലക്ഷം രൂപ അഗസ്റ്റിന് കൊടുക്കാനുള്ള കാരണം? നമ്മുടെ ഒരു ക്ലയൻറ്റ് പ്രകാശ് എന്ന് പറഞ്ഞിട്ട് പുല്ലാനിവിളെ താമസിക്കുന്ന വ്യക്തി എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി ഞങ്ങൾക്ക് നല്ല വിശ്വാസമായത്, പുള്ളി നമ്മളെ ജെന്യുവനായിരുന്നു, നല്ല കസ്റ്റമറായിരുന്നു. നമുക്ക് ഒരു ക്ലയൻറ്റ് നമ്മൾ പല കാര്യങ്ങൾക്ക് നമുക്ക് എൻക്വയറിയും മറ്റു കാര്യങ്ങൾക്ക് പുള്ളി സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു 2 മണിക്കൂറത്തെ ആവശ്യമാണ്. പുള്ളിക്ക് വെച്ച് ഗോൾഡ് എടുക്കണം. മക്കളൊക്കെ കാനഡയിലാണ്. ആ കാനഡയിൽ തിരിച്ചവർ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ പാർട്ടിയുടെ കേരള കോൺഗ്രസ് ബിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അഗസ്റ്റിൻ റോഷി എന്നുള്ള മിനിസ്റ്ററുമായിട്ടൊക്കെ DP ഒക്കെ കാണിച്ചു വന്നു. ഞാൻ പുള്ളിയായിട്ടൊക്കെ വലിയ കമ്പനിയാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് നമ്മളെ കൺവിൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞു. 2 മണിക്കൂറിനകത്ത് ആ പൈസ കൊണ്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞാണ് നമ്മളിന്ന് ആ പേയ്മെൻറ്റ് മേടിക്കുന്നത്. നിങ്ങൾ മുഖേനയാണ് ഈ വ്യക്തിയെ പരിചയപ്പെടുന്നില്ലേ, അഗസ്റ്റിൻ? അതെ, അഗസ്റ്റിൻ ജോൺ കൊച്ചുപറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു 2.5 വർഷത്തോളമായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഞാൻ അവിടെ പോയി താമസമായിട്ട് ഇപ്പോൾ 2.5 വർഷത്തോളമായി. ആ ഒരു ഇതിൽ പുള്ളി രാഷ്ട്രീയക്കാരനാണ്. കതറും ഒക്കെ ഇട്ട് വന്നു പരിചയപ്പെട്ടു. ആ ഒരു വ്യക്തിബന്ധം എനിക്ക് നല്ലതാണെന്ന് തോന്നി. പുള്ളി രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ളതായിട്ട് പറഞ്ഞു. ഇപ്പം നിൽക്കുന്നത് കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ കൂടെ എന്നാണ് പുള്ളി പറഞ്ഞത്. അതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ എനിക്ക് കാണിച്ചു തന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി പറയുന്നത് ഇപ്പം ജോഷി അഗസ്റ്റിൻ പുള്ളിയുടെ പേരും മന്ത്രിയുടെ പേരും പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് എനിക്കൊരു വിശ്വാസം വന്നത്. അങ്ങനെ നമ്മുടെ സുഹൃത്തായ പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് പൈസ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. പൈസ കൊടുത്ത ആ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തിനകത്ത് പൈസ തിരിച്ച് കൊടുത്തുകൊള്ളാമെന്ന് പുള്ളി പറഞ്ഞു. പുള്ളിയുടെ ഫോണിനെ ബന്ധപ്പെടാനൊന്നും പറ്റുന്നില്ല. പുള്ളിയുടെ 2 ഫോണും ഓഫായിട്ട് വെച്ചിരിക്കുകയാണ്. കൊടുക്കുന്ന സമയത്ത് വീഡിയോ ഒക്കെ എടുത്തു. സ്വന്തം വീട്ടിലായതുകൊണ്ട് അത് ചീറ്റിംഗ് ആണെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. അതുകൊണ്ട് പുള്ളി ഫോൺ ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ മുങ്ങി. കുറച്ച് കഴിഞ്ഞാൽ പോലീസ് വന്നു. ഞങ്ങൾ എന്താണ് വിളിക്കുന്നത് ചോദിച്ചാൽ വഴക്കുണ്ടാക്കാൻ വന്നതാണോ? അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്, ഞെട്ടിപ്പോയി ഇങ്ങനെ ഒരു ചീറ്റിംഗ് ആണ് നടന്നതെന്നുള്ളൊരു സിസ്റ്റം നമ്മൾ അറിയണം. അപ്പോഴാണ് ആ സ്പോട്ടിൽ തന്നെ പരാതി കൊടുത്തു. പോത്തൻകോട് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് ASPക്ക് പരാതി കൊടുത്തു. അന്ന് രാത്രി തന്നെ FIR ഇട്ടിപ്പിച്ചു. FIR ഇട്ടിട്ടതിന് ശേഷം 1-2 ആഴ്ചകളായി ഇതുവരെ ഒരു തീരുമാനം അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. ഒരു റെസ്പോൺസിബിലിറ്റി കോളോ മുൻകൂർ വന്നിട്ടില്ല. എന്നാണ് ഈ പൈസ ആഗസ്റ്റിന് നൽകിയത്? ഓഗസ്റ്റ് 24-ാം തീയതിയാണ് നമ്മൾ ഈ പേയ്മെൻറ്റ് കൊടുത്തത്. രാത്രി 7:30 മണിക്കാണ് അവർക്ക് കൈമാറിയത്. ശനിയാഴ്ച ബാങ്ക് അവധിയാണ്ട് അവർക്ക് ഫണ്ട് ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച എൻ്റെ അടുത്ത് 11 മണിക്ക് വരാൻ പറഞ്ഞു. ആ സമയത്ത് പോയിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയില്ല. 3:30 വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ പറയുന്നത് പൈസ നഷ്ടപ്പെട്ടു, മോഷണം പോയി, തമിഴ്നാട് സ്റ്റേഷനിൽ കേസായി, FIR ആയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരുന്നത് പറഞ്ഞപ്പോൾ നമ്മൾ ചൊവ്വാഴ്ച വീണ്ടും രാവിലെ പോയി നിങ്ങൾ നേരിട്ട് കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് പോലീസിനെ അവർ വിളിച്ചു വരുത്തുകയും മറ്റു കാര്യങ്ങൾ നടത്തുകയും ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ പരാതിയായിട്ട് മുന്നോട്ട് പോയത്. അതായത് PSCയിൽ ജോലി വാഗ്ദാനം ചെയ്തുള്ള ഒരു തട്ടിപ്പ് മാത്രമല്ല ഇവിടെ നടന്നിരിക്കുന്നത്. പല കാരണങ്ങൾ പറഞ്ഞ പലരുടെ കയ്യിൽ നിന്നാണ് ഈ സംഘം പണം തട്ടിയെടുത്തിരിക്കുന്നത്. ഇയാൾ എവിടെയാണെന്നുള്ളൊരു വിവരം ഇപ്പോഴും ലഭ്യമല്ല. താമസിച്ചിരുന്ന വീട്ടിൽ പോലും കഴിഞ്ഞ കുറച്ച് നാളുകളായി പരാതികൾ ഉയർന്നതിന് ശേഷം ഇയാൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിജു VS ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.